ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ദുർഗയുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. ദുർഗ, കിരൺ, call me boss. യെസ് ബോസ്. ഏയ് ഹലോ. സർ, ജോർജ് സാർ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ? യെസ് സർ. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാനുണ്ട്. ഗെറ്റ് റെഡി ഫോർ എ വിസി. ഓക്കെ സർ. യു ഗൈസ് ഡിഡ് എ ഗുഡ് ജോബ്. നിങ്ങൾ തന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോക്കി. ഇത് ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. വർഷങ്ങളായി ഇതേ രീതിയിൽ ക്രൈം നടക്കുന്നുണ്ട്. ആരാണ് സർ ഇതിന് പിന്നിൽ? ഓഫ് കോഴ്സ് മേനോൻ തന്നെ, അല്ലാതാരാ. അയാളുടെ മെയിൻ ബിസിനസ് ഓർഗൻ ട്രാഫിക്കിംഗ് തന്നെയാണ്. 1-2 ഡീലുകള് നമ്മൾ ഇടപെട്ട് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അയാളുടെ സേഫസ്റ്റ് പാറ്റേൺ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തതാണ്. അതും നമ്മുടെ ശ്രദ്ധയിൽ തന്നെ വന്നുപെട്ടു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് ഇവരുടെ നെറ്റ്വർക്കിംഗ്. ലോകം മുഴുവനുള്ള ആവശ്യക്കാർക്ക് ഓർഗൻ സപ്ലൈ ചെയ്യാൻ ഇവർക്ക് വഴികളുണ്ട്. പിന്നെ അവർക്ക് തടസ്സം നിൽക്കുന്നവരെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ അവർക്കൊരു മടിയുമില്ല. ഇപ്പോ അണ്ടർ കവർ പോലീസ് ടീം ആരാണെന്നോ എന്താണെന്നോ അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ നമുക്കെതിരെ ഇതുവരെയും ആക്രമണം ഉണ്ടാകാത്തത്. സോ ബി കെയർഫുൾ. പിന്നെ എത്രയും പെട്ടെന്ന് ആ ആംബുലൻസ് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കണം. അവൻ എവിടെ ഉണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യും. സർ. എനിവേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അഖിൽ, ആംബുലൻസിന്റെ നമ്പർ നോക്കി ആ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് എടുക്കണം. ഇപ്പൊ എടുക്കാം. ഹലോ, ആംബുലൻസ് സർവീസ്. ഇതാരാണ് സംസാരിക്കുന്നത്? ഡ്രൈവർ സ്റ്റീഫന്റെ നമ്പർ ഒന്ന് തരണം. ഓക്കെ, താങ്ക് യു. നമ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയാളുടെ ലൊക്കേഷൻ എടുക്കാം. യെസ്, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. കടൽ തീരത്തുള്ളൊരു ചേരി പ്രദേശമാണ് കാണിക്കുന്നത്. ഓ, അതൊരു അപകടം പിടിച്ച ഏരിയ ആണല്ലോ. അവിടെ നിന്ന് ഒരാളെ പൊക്കെന്ന് വെച്ചാ ഇത്തിരി പ്രയാസമുള്ള കാര്യം. ശരിയാണ്. പോലീസ് എത്തുന്നു എന്നറിഞ്ഞാ അവര് ബോട്ടിലോ വള്ളത്തിലോ കയറി ഉൾക്കടലിലേക്ക് പോകും. ഓടിച്ചിട്ട് പിടിക്കാന്ന് വെച്ചാ ആൾക്കൂട്ടങ്ങൾ പോലീസിനെ എതിർത്ത് നിൽക്കും. അവൻ സിറ്റിയിലേക്ക് വരുന്ന സമയം നോക്കി പിടിക്കുന്നതല്ലേ നല്ലത്. യെസ്, അതാണ് സേഫ്. അന്വേഷണം അവനെതിരെ വരുന്നുണ്ടെന്ന് അവൻ ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവന് സേഫ് ആണെന്ന് തോന്നിയിടത്തേക്ക് അവൻ മാറിയത്. നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല. അത് റിസ്ക് അല്ലേ ജെഡി? അവരുടെ പാറ്റേൺ സേഫ് ആണെന്ന് കരുതുന്നതുകൊണ്ട് അവൻ ഉടനെ തന്നെ പുറത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി വെറുതെ കളയാൻ സമയമില്ല. ഈ ഡ്രൈവർ നമുക്ക് മേനോനിലേക്കുള്ള വഴി മാത്രമാണ്. അയാളെ പിടിക്കാൻ താമസിക്കും തോറും മേനോന് രക്ഷപ്പെടാൻ അവസരം ഒരുക്കാണ് നമ്മൾ. സോ വി വിൽ ഡു ഇറ്റ് നൗ. ഓക്കെ, അതാണ് ജെഡിയുടെ തീരുമാനമെങ്കിൽ ഈ മിഷൻ ഞാൻ ലീഡ് ചെയ്യാം. ജെഡി ഇവിടെ ഇരുന്ന് നിർദ്ദേശങ്ങൾ തന്നാൽ മാത്രം മതി. ഫോർ വാട്ട്? വളരെ അപകടം പിടിച്ച സ്ഥലമാണത്. അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു കൊലക്കളത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. അവിടെ ദുർഗ വന്നാൽ ശരിയാവില്ല. ഏത് അപകടവും ഫേസ് ചെയ്യാൻ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജോലിയിൽ കയറിയത്. പക്ഷെ ദുർഗ,
ഇത് ശരിയാവില്ല. എന്തുകൊണ്ട്? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് ടീം ലീഡർ. കിരൺ എന്നെ അനുസരിച്ചാൽ മാത്രം മതി. You are my subordinate. അങ്ങനല്ല ദുർഗ. ഈ കാര്യത്തിൽ ഞാൻ ദുർഗയെ എതിർക്കും. No. ഞാൻ ദുർഗയുടെ നല്ലതിന് വേണ്ടിയായി പറയുന്നത്. ദുർഗ, Kiran, call me boss. യെസ് ബോസ്. ഈ മിഷൻ ഞങ്ങൾ ചെയ്യുന്നു. കിരൺ ഇവിടെ ഇരുന്ന് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നു. This is my order. യെസ് ബോസ്. നമുക്ക് പോവാം. ഓ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ മൊബൈലും കുത്തിയിരിക്കുവാണോ? എന്തുവാ കാര്യം? എന്റെ മനുഷ്യൻ, നമ്മൾ ആഗ്രഹിച്ച അവസരമാണ് വന്നിരിക്കുന്നത്. ഈ സമയം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നമുക്ക് ഈ കല്യാണം മുടക്കണം. പൃഥ്വിയുടെയും പൂർണിമയുടെ കാര്യമാണോ നീ പറയുന്നത്? പിന്നല്ലാതെ ഇപ്പൊ പൃഥ്വിക്കും പൂർണിമയ്ക്കും ഇടയില് ഒരകൽച്ച വന്നിട്ടുണ്ട്. നീ പറയുന്നത് ശരിയാ. ഈ അകൽച്ച നമുക്ക് വലുതാക്കണം. അങ്ങനെ പൃഥ്വിയും പൂർണിമയും തങ്ങളെ തെറ്റിക്കണം. അങ്ങനെ വന്ന ചാനലടക്കം എല്ലാ സ്വത്തുക്കളും നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. അതെ, അതിനൊക്കെ മുൻപേ നമുക്ക് ഈ കല്യാണം മുടക്കണം. പൂർണിമയായിട്ട് തീരുമാനിച്ച ഈ കല്യാണത്തിൽ നിന്ന് പൃഥ്വി പിന്മാറിയ ആ കരട് എന്നും പൂർണിമയുടെ മനസ്സിലുണ്ടാകും. കല്യാണം തടയാനേ ഏറ്റവും നല്ല വഴി ചന്ദ്രമതി ചേച്ചിയാ. അവർക്ക് ഈ കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല. പൂർണിമയുടെ അടക്കം ചന്ദ്രമതി ചേച്ചി വഴക്കിട്ടത് ഈ കല്യാണത്തിന്റെ പേരില്ല. അതെ, ആ, അഷിതയും വീട്ടുകാരെയും ചേച്ചിക്ക് ഇതുവരെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേണ്ടത് അതാണല്ലോ. പൂർണിമ ആഗ്രഹിക്കുന്ന പോലെ കല്യാണമൊക്കെ നടന്ന് കാര്യങ്ങൾ സമാധാനമായിട്ട് മുന്നോട്ട് പോയാ നമ്മളെന്നും ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. കടലോളം സമ്പത്ത് കൺമുന്നിൽ കണ്ട് നമ്മളിങ്ങനെ വെറുതെ നോക്കി നിൽക്കേണ്ടി വരും. ഇത്രയും വർഷം ഞാൻ അങ്ങനെ നിന്നു. ഇനി അത് പറ്റില്ല.